ആരോഗ്യം അമൂല്യം. മോണരോഗം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ചാലപ്പുറം VKR ഡെന്റൽ ക്ലിനിക്കിലെ മോണരോഗ വിദഗ്ധൻ ഡോക്ടർ ശ്രീകാന്ത് പുത്തലത്ത്. മോണരോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളിലൊന്നാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം. മോണരോഗത്തിന്റെ ഒരു പ്രധാന പോരായ്മ അതിന്റെ ആരംഭഘട്ടങ്ങളിൽ ഒട്ടും വേദന ഉണ്ടാവില്ല എന്നുള്ളതാണ്. വേദനയില്ലാത്തത് ഒരു നല്ല കാര്യമല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ പലപ്പോഴും വേദന, പനി തുടങ്ങിയ ലക്ഷണങ്ങൾ ശരീരം നമ്മൾക്ക് തരുന്ന ചില സൂചനകളാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അണുബാധയുണ്ടെങ്കിൽ എത്രയും വേഗം അത് പരിഹരിക്കണമെന്ന് നമ്മുടെ ശരീരം നമ്മളോട് പറയുന്ന അടയാളങ്ങളാണ് പലപ്പോഴും വേദനയും പനിയും. സ്വാഭാവികമായും വേദനയില്ലാത്തത് കാരണം മോണരോഗം തുടക്കത്തിലേ തിരിച്ചറിയാൻ പലർക്കും സാധിക്കാറില്ല. ഇക്കാരണം കൊണ്ട് തന്നെ മോണയിൽ നിന്നുള്ള രക്തസ്രാവം നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. ദിവസം 2 നേരം പല്ല് തേക്കണം എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പല്ല് തേക്കുകയും നാക്ക് ക്ലീൻ ചെയ്യുന്നതിനൊപ്പം തന്നെ മോണ സ്വയം പരിശോധിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. മോണയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിറവ്യത്യാസമോ മോണയ്ക്കുള്ളിൽ നിന്ന് രക്തസ്രാവമോ മോണയുടെ ആകൃതിയിൽ എന്തെങ്കിലും വ്യതിയാനമോ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒരു സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഉടൻ തന്നെ ഒരു ദന്ത ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ആളുകളിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു തെറ്റായ പ്രവണതയാണ് മോണയിൽ രക്തസ്രാവം കാണുമ്പോൾ കൂടുതൽ ശക്തിയായി ദീർഘനേരം പല്ല് തേക്കുക എന്നത്. എന്നാൽ ഇതുമൂലം പല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുന്നതിനും മോണയ്ക്ക് ക്ഷതമേൽക്കുന്നതിനും അതുവഴി പല്ലുകളിൽ പുളിപ്പും വേദനയും അനുഭവപ്പെടുന്നതിനും കാരണമായി തീരുന്നു. മോണരോഗത്തിൻ്റെ അടിസ്ഥാന കാരണം പല്ലുകളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാക്കാണ്. ഇവ ക്രമേണ പല്ലുകളിൽ നിന്ന് മോണയ്ക്കുള്ളിൽ പ്രവേശിക്കുകയും മോണപ്പഴുപ്പിന് കാരണമായി തീരുകയും ചെയ്യുന്നു. കൃത്യമായ ഇടവേളകളിൽ ഒരു ദന്ത ഡോക്ടറെ കണ്ട് പല്ലുകൾ ക്ലീൻ ചെയ്യുന്ന പക്ഷം ഈ ഒരവസ്ഥ പൂർണ്ണമായി ഒഴിവാക്കാൻ നമ്മൾക്ക് സാധിക്കും. പല്ല് ക്ലീൻ ചെയ്യാൻ പറയുമ്പോൾ പൊതുവായി കേൾക്കുന്ന ഒരു സംശയമാണ് ക്ലീൻ ചെയ്താൽ ഇനാമൽ തേയ്മാനം സംഭവിച്ച് പുളിപ്പ് അനുഭവപ്പെടുമോ എന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, ഇനാമൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും ദൃഢതയേറിയ വസ്തുക്കളിൽ ഒന്നാണ്. അതേസമയം ദന്താശുപത്രികളിൽ ഉപയോഗിക്കുന്ന സ്കെയിലേഴ്സ് അഥവാ ക്ലീനിങ് ഇൻസ്ട്രുമെൻസിന് യാതൊരു തരത്തിലും ഇനാമലിന് തേയ്മാനം വരുത്താൻ കഴിയുകയില്ല. പിന്നീട് എന്തുകൊണ്ടാണ് ചില ആളുകളിൽ പല്ല് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ പുളിപ്പ് അനുഭവപ്പെടുന്നത് എന്ന ചോദ്യം. പൊതുവെ എല്ലാവരിലും പല്ലിൻ്റെ വേരുഭാഗം അല്പം സെൻസിറ്റീവ് ആയിരിക്കും. എന്നാൽ അവിടെ മോണ ഉള്ളതുകൊണ്ട് അറിയുന്നില്ല എന്നു മാത്രം. പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഭാഗത്തെ പ്ലാക്ക് ഇളകിപ്പോവുകയും വേര് എക്സ്പോസ്ഡ് ആവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ചുരുക്കം ചില ആളുകളിൽ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ പല്ലുകളിൽ പുളിപ്പ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഇത് താൽക്കാലികം മാത്രമാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മോണ ആരോഗ്യം വീണ്ടെടുക്കുന്നതോടെ ഈ പുളിപ്പിന് പൂർണ്ണമായ ശമനമുണ്ടാവുന്നു. മാത്രവുമല്ല, നിലവിൽ പല്ലുപൊളിപ്പ് മാറ്റുന്നതിനുള്ള ധാരാളം ഡീസെൻസിറ്റൈസിംഗ് ടൂത്ത് പേസ്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ പല്ലുപൊളിപ്പുണ്ടാകാം എന്ന തെറ്റിദ്ധാരണയിൽ പല്ലുകൾ ക്ലീൻ ചെയ്യാതെ വെക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക. എല്ലാ 6 മാസം കൂടുമ്പോഴും ഒരു ദന്ത ഡോക്ടറെ സമീപിച്ച് പല്ലുകൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇതുകൊണ്ട് പ്രധാനമായും 2 ഗുണങ്ങളാണ് ലഭിക്കുന്നത്. 1, നമ്മുടെ മോണയുടെ ആരോഗ്യം പൂർണ്ണമായി നിലനിർത്താൻ സാധിക്കുന്നു. 2, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ വായ്ക്കുള്ളിലുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കുവാനും ഡോക്ടർക്ക് സാധിക്കുന്നു. ജിഞ്ചവൈറ്റിസ് എന്ന മോണരോഗം അതിൻ്റെ ആരംഭഘട്ടങ്ങളിൽ ചികിത്സിച്ച് ഭേദമാക്കാത്ത പക്ഷം അത് കൂടുതൽ തീവ്രമായ മോണരോഗാവസ്ഥയായി മാറാൻ ഇടയാവുന്നു. പെരിഡോൺടൈറ്റിസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. നമ്മുടെ പല്ലുകൾക്ക് വേദന അനുഭവപ്പെടാനും ഇളക്കം സംഭവിക്കാനും ഈ ഒരു ഘട്ടത്തിൽ സാധ്യതയേറെയാണ്. തീവ്ര മോണരോഗാവസ്ഥയിൽ മോണരോഗം പരിഹരിക്കുവാനും പല്ലുകൾ സംരക്ഷിക്കുവാനും ഫ്ലാപ്പ് സർജറി പോലെയുള്ള ചികിത്സകൾ ആവശ്യമായേക്കാം. എന്നാൽ ഒരു പരിധിക്കപ്പുറം പല്ലുകൾക്ക് ഇളക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പറിച്ചു കളയുകയേ നിവൃത്തിയുണ്ടാവുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ ജീവിതശൈലീ രോഗങ്ങൾ ഉള്ളവരിൽ മോണരോഗത്തിൻ്റെ ആധിക്യം വളരെ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. തുടക്കത്തിലെ വേണ്ടത്ര ശ്രദ്ധ കാണിച്ചാൽ മോണരോഗം തടയുന്നതിനും പൂർണ്ണമായി പരിഹരിക്കുന്നതിനും സാധിക്കുന്നതാണ്. മോണരോഗം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ചാലപ്പുറം VKR ഡെന്റൽ ക്ലിനിക്കിലെ മോണരോഗ വിദഗ്ധൻ ഡോക്ടർ ശ്രീകാന്ത് പുത്തലത്ത്.